ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ്, ആകെ ഒറ്റപ്പെട്ട പോലെ. ആ സമയത്ത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു പുരാതന ഗ്രന്ഥം നിങ്ങളെ ഒരു മികച്ച ലീഡറാക്കാൻ സഹായിക്കുമോ? കേൾക്കുമ്പോൾ അതിശയം തോന്നാം, അല്ലേ? പക്ഷേ ഭഗവത്ഗീതയിലെ നേതൃത്വ പാഠങ്ങൾ ഇന്നത്തെ നമ്മുടെ ലോകത്ത് എത്രത്തോളം പ്രസക്തമാണെന്ന് നമുക്കൊന്ന് നോക്കാം. എത്ര വലിയ ലീഡറാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാം കൈവിട്ടു പോയെന്ന് തോന്നുന്ന ഒരു നിമിഷം വരും. ശരിക്കും ഒരു സ്തംഭനാവസ്ഥ. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ നമ്മൾ ഫ്രീസായി പോകുന്നൊരവസ്ഥയാണിത്. അങ്ങനൊരവസ്ഥയുടെ ഏറ്റവും ക്ലാസിക് ഉദാഹരണമാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ അർജുനന്റെ ഈ വാക്കുകൾ. ഇത് വെറുമൊരു പുരാണത്തിലെ കഥയായി കാണരുത്. കടുത്ത പ്രഷർ വരുമ്പോൾ എത്ര കഴിവുള്ളൊരു ലീഡറിനും എന്ത് സംഭവിക്കാമെന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണിത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒരു ലീഡറുടെ യുദ്ധക്കളത്തിലെ തകർച്ച. ഈ പ്രതിസന്ധിയെ നമുക്കൊന്ന് കീറി മുറിച്ച് പരിശോധിക്കാം. ഇന്നത്തെ സൈക്കോളജി വെച്ച് നോക്കിയാൽ അർജുനന്റെ അവസ്ഥ എന്താണെന്നറിയാമോ? ഇതിന് അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്ന് പറയും. അതായത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത മാനസിക സമ്മർദ്ദം. പിന്നെ ശരി ഏതാ തെറ്റേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മോറൽ ഇഞ്ചുറി, തീരുമാനമെടുക്കാൻ പറ്റാത്ത ഡിസിഷൻ പാരാലിസിസ്, വൈകാരികമായി തളർന്നു പോകുന്ന ഇമോഷണൽ ബേൺ ഔട്ട്, അവസാനം ഞാൻ ആരാണ്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പോലും സംശയം തോന്നുന്ന ഒരു ഐഡന്റിറ്റി ക്രൈസിസ്. ഇതൊക്കെയാണ് അർജുനന് സംഭവിച്ചത്. ഈ യുദ്ധകളം എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്, ഒരു പ്രതീകം മാത്രം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും കടുപ്പമേറിയ തീരുമാനങ്ങൾ എടുക്കേണ്ട സ്ഥലങ്ങളാണത്. ചിലപ്പോഴത് നിങ്ങളുടെ ഓഫീസിലെ ബോർഡ് റൂം ആയിരിക്കാം, അല്ലെങ്കിൽ തകർന്നടിയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മളെല്ലാവരും നേരിടുന്ന ഏതെങ്കിലും ഒരു ധാർമ്മിക പ്രതിസന്ധി. അതാണ് നമ്മുടെ കുരുക്ഷേത്രം. അപ്പോൾ ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം? അതാണ് നമ്മുടെ അടുത്ത ഭാഗം, ആന്തരിക ലോകത്തെ നിയന്ത്രിക്കുക. ഇവിടെയാണ് അർജുനന്റെ മെന്ററായ കൃഷ്ണന്റെ എൻട്രി. അദ്ദേഹം പ്രശ്നം പുറത്തല്ല അകത്താണെന്ന് കൃത്യമായി ഡയഗ്നോസ് ചെയ്യുന്നു. കൃഷ്ണൻ പറയുന്ന ഏറ്റവും കാതലായ കാര്യം ഇതാണ്: മനസ്സിനെ കീഴടക്കിയവന് അത് ഏറ്റവും നല്ല സുഹൃത്താണ്, എന്നാൽ അതിൽ പരാജയപ്പെട്ടവന് സ്വന്തം മനസ്സു തന്നെ ഏറ്റവും വലിയ ശത്രുവായി പ്രവർത്തിക്കുന്നു. അപ്പോൾ യഥാർത്ഥ യുദ്ധം പുറത്തല്ല, അത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ തന്നെ കൺട്രോളില്ലാത്ത മനസ്സിനോടാണ് നമ്മൾ പൊരുതേണ്ടത്. നമ്മുടെ മനസ്സിന് ശരിക്കും രണ്ട് അവസ്ഥകളുണ്ട്. ഒന്ന്, ശത്രുവിനെ പോലെ പ്രവർത്തിക്കുന്ന മനസ്സ്. അത് എന്തിനും ഏതിനും പ്രതികരിക്കും, ഇമോഷണൽ ആയിരിക്കും, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. മമതയും ഈഗോയും ഒക്കെ ആയിരിക്കും അതിനെ നയിക്കുന്നത്. എന്നാൽ മറ്റേ സൈഡിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായ മനസ്സുണ്ട്. അത് ശാന്തമാണ്, ഒബ്ജക്റ്റീവാണ്, ഉയർന്ന ലക്ഷ്യബോധത്താൽ നയിക്കപ്പെടുന്നതാണ്. അപ്പോൾ മറ്റുള്ളവരെ നയിക്കുന്നതിന് മുൻപ് സ്വയം നയിക്കാൻ പഠിക്കണം. അതാണ് ലീഡർഷിപ്പിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് കൃഷ്ണന്റെ ഡയഗ്നോസിസ് വളരെ സിമ്പിളാണ്. അർജുനന്റെ പ്രശ്നം സ്കില്ലിന്റെയോ നോളജിന്റെയോ കുറവല്ല. ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളിയാണ് അയാൾ. പക്ഷേ അയാളുടെ ചിന്തകളെയും വിവേകത്തെയും അറ്റാച്ച്മെന്റും ദുഃഖവും പേടിയുമൊക്കെ വന്ന് മൂടിക്കളഞ്ഞു. അതാണ് യഥാർത്ഥ പ്രശ്നം. അപ്പോൾ രോഗനിർണയം കഴിഞ്ഞു. ഇനി ചികിത്സ വേണ്ടേ? അതാണ് മൂന്നാം ഭാഗം, ശരിയായ പ്രവൃത്തിയുടെ കല. ഈ പ്രതിസന്ധിക്കിടയിലും എങ്ങനെ കൃത്യമായി പ്രവർത്തിക്കാമെന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണിത്. ഗീത മുന്നോട്ട് വയ്ക്കുന്ന ആ ആശയം ഇതാണ്: നിഷ്കാമ കർമ്മം, അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് എക്സിക്യൂഷൻ. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഫലത്തിൽ അമിതമായ ആശങ്കപ്പെടാതെ ആ ജോലിയിൽ മാത്രം 100% ശ്രദ്ധ കൊടുക്കുക. ഒരു സർജന്റെ കാര്യം ഓർത്തു നോക്കൂ. ഓപ്പറേഷൻ വിജയിക്കുമോ എന്ന് ടെൻഷൻ അടിച്ചിരുന്നാൽ കൈവിറയ്ക്കും, അല്ലേ? പകരം തന്റെ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വിജയം കൂടെ വരും. അതുപോലെ തന്നെ ഈ തത്വത്തിന്റെ അടിസ്ഥാനം ഗീതയിലൊരു പ്രശസ്തമായ ശ്ലോകമാണ്: നിങ്ങൾക്ക് നിങ്ങളുടെ കർത്തവ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്, എന്നാൽ അതിന്റെ ഫലങ്ങളിൽ നിങ്ങൾക്ക് അവകാശമില്ല. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നെഗറ്റീവായി തോന്നാം, പക്ഷെ ശരിക്കും ഇത് വലിയൊരു സ്വാതന്ത്ര്യമാണ് തരുന്നത്. റിസൾട്ടിനെക്കുറിച്ചുള്ള ഭയങ്കരമായ ടെൻഷനിൽ നിന്ന് ഒരു ലീഡറെ മോചിപ്പിക്കുന്നത് ഈയൊരു ചിന്തയാണ്. അപ്പോൾ ഇതിനർത്ഥം ഒന്നിനോടും താല്പര്യമില്ലാതെ ഒരു ഇൻഡിഫറൻസോടെ ഇരിക്കണമെന്നല്ല, ഒരിക്കലുമല്ല. മറിച്ച് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെ തളർത്തുന്ന, നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ ഇല്ലാതാക്കുന്ന ആ ഭയങ്കരമായ ആങ്സൈറ്റിയിൽ നിന്നുള്ള ഒരു മോചനമാണിത്. ഇത് നമുക്ക് കൂടുതൽ ക്ലാരിറ്റിയും മെൻ്റൽ സ്ട്രെങ്ത്തും തരും. ഓക്കെ, അപ്പോൾ ഒരു ലീഡർ സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ചു, ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പഠിച്ചു. ഇനി അടുത്തത് എന്താണ്? അതാണ് നാലാം ഭാഗം. ഒരു നേതാവ് എങ്ങനെയാണ് മറ്റുള്ളവർക്കൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്? അതായത് ഒരു ലീഡറുടെ പ്രവർത്തികൾ എങ്ങനെയാണ് ഒരു ഓളം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഗീത പറയുന്നത് വളരെ പവർഫുള്ളായൊരു കാര്യമാണ്. വലിയ ആളുകൾ അല്ലെങ്കിൽ നേതാക്കൾ എന്ത് ചെയ്യുന്നോ അത് തന്നെയാണ് സാധാരണക്കാരും പിന്തുടരുക. അവർ എന്ത് നിലവാരം സ്ഥാപിക്കുന്നോ ലോകം മുഴുവൻ അതിൻ്റെ പിന്നാലെ പോകും. ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഒരു കമ്പനിയുടെ CEO അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ കാരണവർ അവരുടെ ഓരോ പ്രവൃത്തിയും എത്രത്തോളം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ട്, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഇതിനെയാണ് ലീഡേഴ്സ് റിപ്പിൾ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ലീഡറുടെ ഒരു ചെറിയ ആക്ഷനിൽ നിന്നാണ് തുടക്കം. അത് ആ ടീമിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒരു സ്റ്റാൻഡേർഡായി മാറുന്നു. പതിയെ അത് ആ ടീമിൻ്റെ കൾച്ചറിനെ തന്നെ രൂപപ്പെടുത്തുന്നു. അവസാനം അതൊരു മായാത്ത ലെഗസിയായി, ഒരു പാരമ്പര്യമായി അവശേഷിക്കുന്നു. എല്ലാം തുടങ്ങുന്നത് ആ ഒരൊറ്റ പ്രവൃത്തിയിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരാം. കൃഷ്ണന്റെ മെന്റർഷിപ്പ് മോഡൽ. ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ ഒരു മെന്റർ, ഒരു ഗൈഡ് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ഉദാഹരണമാണ് കൃഷ്ണൻ. കൃഷ്ണനിൽ നിന്ന് ഒരു ഐഡിയൽ മെന്ററിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, പ്രതിസന്ധിയിലും ശാന്തനായിരിക്കുക. പിന്നെ തന്ത്രപരമായ ജ്ഞാനം. സഹാനുഭൂതി വേണം, പക്ഷേ കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ വ്യക്തമായി പറയണം. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനല്ല, അവരെ എംപവർ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. പിന്നെ ഉത്തരങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ശരിയായ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൊണ്ട് തന്നെ ഉത്തരം കണ്ടെത്തിക്കണം. എല്ലാത്തിനുമുപരി ഒരു വലിയ കാഴ്ചപ്പാടും ലക്ഷ്യബോധവും ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കൃഷ്ണൻ അർജുനന്റെ കമാൻഡർ ആയിരുന്നില്ല, തേരാളിയായിരുന്നു. കമാൻഡർ ആജ്ഞാപിക്കും, തേരാളി വഴികാട്ടും. യഥാർത്ഥ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അതൊരു സേവനമാണ്. മറ്റുള്ളവരെ ഉയർത്താനും അവരുടെ വിജയത്തിലേക്ക് അവരെ എത്തിക്കാനുമുള്ള ഒരു സേവനം. അപ്പോൾ ഗീതയുടെ അവസാനത്തെ ഈ വാക്യം എല്ലാം സംഗ്രഹിക്കുന്നുണ്ട്. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളിയായ അർജുനനുണ്ടോ, അവിടെ ഐശ്വര്യവും വിജയവും അസാധാരണമായ ശക്തിയും ധാർമ്മികതയും ഉറപ്പായും ഉണ്ടാകും. അതായത് കൃഷ്ണനെ പോലെയുള്ള ശരിയായ വിഷനും വിവേകവും അർജുനനെ പോലെയുള്ള സ്കില്ലും ആക്ഷനും ഒന്നിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയമുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ യുദ്ധകളം നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അത് നിങ്ങളുടെ കരിയറാകാം, ബിസിനസ്സാകാം, കുടുംബമാകാം. ചോദ്യം ഇതാണ്: അവിടെ നിങ്ങൾ എങ്ങനെ നേതൃത്വം നൽകും?